അവർക്ക് കുറേ കലാകാരന്മാരുണ്ട്. ഈ കലാകാരന്മാരിലെ ഒരുപക്ഷെ പലർക്കും ഓരോതായിട്ടുള്ള ഘട്ടമായിട്ടുള്ള കഴിവുണ്ടാവും. ഈ എല്ലാ കഴിവും കൂടി കൊടുക്കുന്നവർ വളരെ പൂർവ്വമായിരിക്കും. അത്തരത്തിൽ ഒരു പ്രതിഭ പാവർട്ടിയിലുണ്ട്. അദ്ദേഹം പാപ്പ ഫ്രണ്ട്സിന്റെ അംഗം കൂടിയാണ് എന്നത് ഞങ്ങൾക്ക് ഏറെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്നതാണ്. കാരണം അദ്ദേഹം തയ്യാറാക്കിയ പാവർട്ടി പള്ളിയുടെ ഒരു പഴയ രൂപമാണ്, മിനിയേച്ചർ രൂപമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിന്റെ പൂർണ്ണ രൂപം വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ഇതിലേക്ക് സ്വാഗതം ചെയ്യാണ് മിസ്റ്റർ ഷെൽസൺ. എപ്പോഴും അദ്ദേഹം അണിയറയിലാണ്, അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികളാണ് എപ്പോഴും മുന്നിലേക്ക് വരാറുള്ളത്. അത് അതുപോലെ തന്നെ വ്യക്തമാണ് എത്രത്തോളം വലിയ കലാകാരനാണ്, എളിമയുള്ള കലാകാരനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഈ സമയം ഏറ്റവും സ്നേഹപൂർവ്വം ഷെൽസനെ ഒരു സ്നേഹാദരവ് നൽകുകയാണ്. ഈ സമയം നിറഞ്ഞൊരു കൈയടി. എപ്പോഴും ആഘോഷങ്ങൾക്കൊപ്പം തന്നെ കലാകാരന്മാരെ കൂടി സപ്പോർട്ട് ചെയ്യുന്ന മണ്ണാണ് പാവർട്ടിയുടെ, നമുക്കറിയാം അല്ലെ. ഒപ്പം തന്നെ കൊച്ചച്ചമാരെ മമ്മറ്റ് കൊടുക്കുന്നതിന് വേണ്ടി കൊച്ചച്ചമാരെ ക്ഷണിക്കുകയാണ്. ഇവരും ചേർന്നൊരു സമയം മമ്മറ്റ് കൈമാറുന്നു. ഏറ്റവും സ്നേഹപൂർവ്വം ഒരു വ്യക്തിത്വം കൂടി, ഒരു കലാകാരൻ കൂടി ഇവിടെ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മറ്റൊന്നും നമ്മുടെ തിരുനാളിന്റെ ആവേശത്തിന് തുടക്കം തിരുനാൾ പ്രൊമോയിലാണെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്ന ദിവസങ്ങൾ തുടങ്ങുന്നത് ഇപ്പോഴും അല്ലെ കൊടിയേറ്റത്തിന് ശേഷമാണ്. അപ്പോൾ ആ ഒരു കൊടിയേറ്റത്തിന് ഈ ഒരു വർഷത്തെ പുതുമയാർന്ന വ്യത്യസ്തയാർന്ന ഒരു കൊടി അത് തയ്യാറാക്കുന്നത് പാവർട്ടിയുടെ പ്രിയപ്പെട്ട കലാകാരൻ മനുവാണ്. സോ ഏറ്റവും സ്നേഹപൂർവ്വം മനുചേട്ടനെ പാപ്പ ഫ്രണ്ട്സിന്റെ ഒരു സ്നേഹ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. മനുചേട്ടൻ പ്രതീക്ഷിച്ചിട്ടില്ല, അതുകൊണ്ട് അധികം ഒരുങ്ങാൻ പറ്റിയിട്ടില്ല അല്ലെ. സ്വാഗതം. ആദരവ് നൽകാൻ വേണ്ടി തോമസ് ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. കുറേയേറെ സിനിമകളിലും സീരിയലിലും പ്രൊജക്ടിലൊക്കെ ഒരു ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിത്വം കൂടിയാണ്. സോ ഒത്തിരി സന്തോഷം, അഭിമാനം. ഇവിടെ വന്ന് രണ്ട് അച്ഛന്മാരെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ കൈയ്യടി ഉഷാറാണെങ്കിൽ ഞാൻ രണ്ടുപേരും പാടാന്നുള്ളത്. സോ കൈയ്യടി ഉഷാറാണെങ്കിൽ ഞാൻ നമ്മുടെ ആന്റണിച്ചിനെ വിളിച്ചിന് മൈക്ക് കൈമാറും. ഉഷാറാണോ? ഒരു എനർജി കൊടുത്തേ. ഇഷ്ടപ്പെട്ട ഒരു ഫിലിം സോങ് ആണ് വരുന്നത്, കൈയടിക്കില്ലേ എന്നാണ് ചോദ്യം. ആ സപ്പോർട്ട് എന്ന് അറിയിച്ച പാവത്തിക്കാർ അറിയില്ല അല്ലെ. അല്ലിയാമ്പൽ കടലിലും മറയ്ക്കു വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പോ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം കാടുപൂത്തല്ലോ ഞാവൽ കാപ്പഴുത്തല്ലോ കാലമായില്ലേ എന്നും കൈപിടിച്ചിടാൻ എന്നും മൂളിപ്പാട്ടും പാടി വന്ന മുളം തത്തമ്മേ എന്റെ ആളുഴിഞ്ഞ കൂട്ടിരുന്ന് വന്നും ചേരാത്തു എന്റെ ആളുഴിഞ്ഞ കൂട്ടിരണ്ട് വന്നു ചേരാത്തു. തകർത്തുപോലെ അതുവരെ ഇരുന്ന് സൈഡായി വന്നങ്ങ് ഫുൾ സ്കോർ ചെയ്ത കറ്റും പോയി. ഇത് തുടക്കം മാത്രമാണ്, സാമ്പിൾ വെടിക്കേറ്റ് ആയിട്ടുള്ളൂ. വരും ദിവസങ്ങളിലെ വലിയ വലിയ പ്രകടനവും പെർഫോമൻസ് ഒക്കെ നമ്മൾ കാണും. അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം. തീർച്ചയായിട്ടും ഇനി നിങ്ങൾ മുഴുവൻ കാത്തിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ലെജൻസ് ആയിട്ടുള്ള രാഗദീപം ഈ വേദിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അറിയാം. തീർച്ചയായിട്ടും അതിന് മുമ്പായിട്ട് നമ്മുടെ ഇന്നത്തെ ഒരു പ്രോഗ്രാം ഒഫീഷ്യലായിട്ട് ഒരു വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരുപക്ഷെ പപ്പ ഫ്രണ്ട്സ് തുടങ്ങി വെച്ച കാലം മുതൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നതും നന്ദി പറയേണ്ട ഒരു വ്യക്തിത്വം കൂടിയാണ്. നമ്മൾ സാധാരണ സിനിമയിലാണ് കേൾക്കുക, നീ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വരുന്നത്. അത്തരത്തിൽ ഇന്നത്തെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒന്നാമത് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വന്ന വ്യക്തി കൂടിയാണ്. ഒറ്റ ദിവസത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രൊഡ്യൂസർ കൂടിയാട്ടോ. ഞങ്ങളുടെ ഏത് പ്രൊജക്റ്റും ഷോർട്ട് ഫിലിം ആണെങ്കിൽ പോലും അല്ലേ പണം ചെലവാക്കുന്ന വ്യക്തിത്വം കൂടിയാണ്. സോ ഏറ്റവും സ്നേഹപൂർവ്വം ഒഫീഷ്യലായിട്ടുള്ള വോട്ട് ഓഫ് താങ്ക്സ്. എല്ലാവർക്കും നമസ്കാരം. 6 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തുടങ്ങി വെച്ച ഈ യാത്ര ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഓർക്കുന്ന പോലെ ഒരാൾ ഞങ്ങളുടെ മിസ്സിംഗ് ആണ് ടോണിച്ചേട്ടൻ. വളരെയധികം വേദനയുണ്ട്, എങ്കിലും ഈ ഒരു അവസരം ടോണിച്ചേട്ടനെ മനസ്സാകെ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ ഈ പ്രൊജക്റ്റിനോട് ഒത്തുചേർന്ന് നിൽക്കുന്ന ഞങ്ങളുടെ വികാരീശനെയും കൊച്ചിച്ചന്മാരെയും ട്രസ്റ്റിയെയും അതുപോലെ ഞങ്ങളെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന
എല്ലാ നല്ല നാട്ടുകാരെയും ഈ പാപ്പ ഫ്രെയിംസിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.